ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഖത്തറിന്ന് ഇന്നാണ് നമ്മൾ നാട്ടിലോട്ടേക്ക് പോകുന്നത്. രാവിലത്തെ ഒരു മോർണിംഗ് ഇതാണ് കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇരുന്ന്, കാരണം നമ്മൾ UK നിന്ന് വരുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു തണുപ്പ് നിന്നും ഇവിടെ എത്തിയപ്പം അത്ര തണുപ്പിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായ എല്ലാം ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ആ ഒരു നല്ലൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് നമ്മളെ നാത്തൂന് അടിപൊളി ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. കിണ്ണപ്പത്തിരി, ബീഫ്, നെയ്ദോശ, മീൻ മുളകിട്ടത്, അങ്ങനെ അതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു തന്നെ കൂട്ടാൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എസ്ദാൻ മോളിൽ പോയി. ഖത്തറിൽ തന്നെയുള്ള ഒരു മോളാട്ടോ. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് നമ്മളൊരു കോഫിയും ഒരു സ്നാക്കൊക്കെ കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഷോപ്പിൽ റെഡ് ടാഗ് കണ്ടപ്പം പിന്നെ നമുക്കിങ്ങനെ സെയിൽ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ എന്തും നോക്കാൻ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ നോക്കി അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം ഇന്ന് എനിക്ക് തിരിച്ചു പോയിട്ട് വേണം ബാക്കിയിൽ ഒക്കെ പാക്ക് ചെയ്യാൻ, എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ, മീൻസ് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഇവരോട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് ഞാൻ ഇനി തിരിച്ച് വീട്ടിൽ അവരെ കൊണ്ടാക്കി തന്ന്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പോലെയാണ് ഞാനിതെടുക്കുന്നത്. അങ്ങനെ അവർ വീട്ടിൽ എന്നെ ഡ്രോപ്പ് ചെയ്ത് ഞാനിതാ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. കാരണം നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയം ആയിട്ടില്ല, എന്നാലും നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ലഗേജൊക്കെ കാറിൽ ഇതാക്കി കയറ്റി വെച്ച് ഇനി നമ്മൾ നേരെ ചായ കുടിക്കാറുണ്ട് എല്ലാവരും കൂടി. അപ്പം ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ കുറേ ഇങ്ങനെ ചായൻ്റെ കടകളുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ചായ കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെ ചായ കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കഴിക്കുക. ചായ കുടിക്കുക പറയുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നാവും. അപ്പോൾ നമ്മൾ ചെറിയൊരു ചായക്കടയിൽ നിർത്തി. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ നമ്മൾ പഴംപൊരിയും പിന്നെ മീനട അങ്ങനെ എന്തോ നമ്മൾ ഓർഡർ ചെയ്യുന്നു തോന്നുന്നു. അതിൽ പഴംപൊരി അത്ര എനിക്ക് ഇഷ്ടമായിട്ടില്ല, പക്ഷെ മീനിൻ്റെ ഒരട നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് പോവാണ് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ചായയാണ്. ഞാൻ ചായ കുടിക്കൂല, സത്യമായിട്ട് ചായ കുടിക്കൂല, ഉറപ്പായിട്ട് കുടിക്കൂല. മതിയായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കൺട്രോള്, കുറച്ച് ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നത്തേക്ക് കുറച്ച് നേരത്തേക്ക് 3 മണിക്കൂറത്തേക്ക് അത് കഴിഞ്ഞാൽ ഡയറ്റിങ് മുറിക്കും. കഴിക്കും. ലോഞ്ചിലെ ആൾക്കാർ എന്ത് വിചാരിക്കും 3 മണിക്കൂർ ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് അറിയില്ലേ. അങ്ങനെ നമ്മൾ ചായയും കടിയും ഒക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ ബിസിനസ് ക്ലാസ്സിലാട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ട്. ബിസിനസ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ആ ഫുഡ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ കുറച്ച് രസമാണല്ലോ ബിസിനസ് ക്ലാസ് ആകുമ്പോൾ. നമുക്ക് കുറച്ചും കൂടി ഇരിക്കാനൊക്കെ കുറച്ചും കൂടി സ്ഥലം ഉണ്ടാവും. അപ്പോൾ തലേന്ന് വന്നത് നമ്മൾ ബ്രിട്ടീഷ് എയർവേസിലാണ്. അതിൽ സീറ്റിംഗ് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആട്ടോ. പക്ഷെ നമ്മൾ ഖത്തർ എയർവേസിൻ്റെ എക്കണോമി സീറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടോ, കുറച്ച് സ്പേഷ്യസ് ആണ്. അപ്പം അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മൾ ഖത്തർ എയർവേസ് ആട്ടോ. അങ്ങനെ നമ്മളിതാ ലഗേജൊക്കെ ഇറക്കി ബിസിനസ് ക്ലാസ്സിൻ്റെ ആ ഒരു എൻട്രിയിൽ കൂടി ആട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ബിസിനസ് ക്ലാസ്സിൻ്റെ ആ വഴി കൂടെ തന്നെ പോയി. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു. അറിയാലോ, എല്ലാവർക്കും അറിയാലോ ബിസിനസ് ക്ലാസ് പോകുമ്പോൾ അതിൻ്റെതായ കുറേ ബെനിഫിറ്റ്സും അടിപൊളിയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാനതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരോട് വീഡിയോയിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എവിടേക്കാണ് ലോഞ്ചിലേക്ക് പോവാണ്. അപ്പം അടിപൊളി ലോഞ്ചാട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഒരുപാട് ഫുഡുണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. കാരണം അത്രയും നമ്മൾ ഓൾറെഡി ചായയൊക്കെ കുടിച്ചതുകൊണ്ട് തന്നെ വയറൊക്കെ ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒന്നും എക്സ്പ്ലോർ ചെയ്യില്ല. പക്ഷെ സാരമില്ല, നമുക്ക് സമയമുണ്ട്. ബിസിനസ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ബാക്കിയുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം.
വാട്ട് ഐ ഏറ്റ് ഓൺ മൈ ഫ്ലൈറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ എന്തൊക്കെ കഴിച്ച് എന്തൊക്കെ ഫുഡാണെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അത് മാത്രമല്ല ബിസിനസ് ക്ലാസ് എന്ന് കൂടുതൽ പറയുമ്പോൾ എനിക്ക് ജാൻമണി ബിസിനസ് ക്ലാസ് പറഞ്ഞ പോലെ തോന്നുക. ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പോട്ടെ, സാറില്ല. എന്തായാലും നമ്മളിതാ ലോഞ്ചിലെത്തി. ലോഞ്ച് കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ലോഞ്ച് ഇങ്ങനെ വിസ്താരമായി അങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫുഡിനൊന്നും പിന്നെ കൂടുതൽ നോക്കാനൊന്നുമില്ല, ഒരു ഇതില്ല, ടയേർഡായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലെ ഫുഡ് എന്താണെന്നുള്ളൊരു ആകാംക്ഷ കൂടുതലായതുകൊണ്ട് ഞാൻ കൂടുതൽ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല ലോഞ്ചിൽ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ ടൈമായി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ സ്ഥലത്തോട്ടേക്ക് അങ്ങോട്ട് പോവാണ്, ഗേറ്റിൻ്റെ അടുത്തോട്ടേക്ക്. അങ്ങനെ നടന്ന് ക്യൂ ഒക്കെ പാലിച്ച് നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പം എന്താ അറിയില്ല, ഈ ഫ്ലൈറ്റിലേക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കയറുമ്പോൾ ഒരു ഇടങ്ങേറാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ വെച്ച് ഇതാ സീറ്റിലൊക്കെ ഇരുന്ന് അപ്പോൾ ഇതാ നമുക്ക് തുടങ്ങുകയല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോഫി കിട്ടിയിട്ടോ. ഒരു അറബിക് കോഫിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കുടിക്കുന്നത്. പക്ഷേ സത്യം പറയാലോ എനിക്ക് കഴിച്ചിട്ട് നിർത്തിയില്ല, ഭയങ്കര കയ്പ്പ്. അതിൻ്റെ കൂടെ ഒരു ഡേറ്റ്സും കിട്ടും കേട്ടോ. അപ്പം ഞാനതത്ര ഹാപ്പിയല്ല. ഞാൻ പിന്നെ കുടിച്ച് അതിൻ്റെ കളറും മണമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ നമുക്കൊരു സ്നാക്ക് മീൽ, ഒരു നട്ട്സ്, അങ്ങനെ നല്ല അടിപൊളി നട്ട്സ് ആട്ടോ, ഫ്രഷ് നട്ട്സാണ്. പിന്നെ ഒരു മിൻറ്റ് ജ്യൂസ്, പിന്നെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഒരു ഡ്രൈ വേർഷനാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഖത്തറിൻ്റെ ഭംഗി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വ്യൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. അത് ജംബോ പ്രോൺസും പിന്നെ ലോബ്സ്റ്റർ എന്തോ മിക്സ് ചെയ്തിട്ട്, ആ ഫ്ലവർ പോലെയല്ലേ അതിലാണ് കേട്ടോ ഈ ലോബ്സ്റ്റർ ഇങ്ങനെ ഉള്ളത്. അതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അതാണ് സ്റ്റാർട്ടർ. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഇല്ല, ഒരു 2-3 കഷ്ണം വെജിറ്റബിൾസ്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, ഒരു അത്ര സ്പൈസി ഒന്നും അല്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഗാർലിക് ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും ഗാർലിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ചറായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത്. പക്ഷെ ഇതിങ്ങനെ ക്യാമറ ഒന്നും വെക്കാനില്ലൊരു സെറ്റപ്പില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ ഒക്കെ വെച്ച് കൊള്ളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അതിനുശേഷം അവർ ഇങ്ങനെ ബ്രെഡെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ചില്ലി ഓയിൽ വേണോ, മറ്റേ ഓയിൽ എന്താണ് ഗാർലിക് ഓയിൽ വേണോ അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ ചില്ലി ഓയിൽ ചാടി കയറി പറഞ്ഞു. എന്നിട്ട് അതിൽ ഈ ഒലീവ് ഓയിൽ മിക്സ് ചെയ്ത് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഉപ്പൊക്കെ ഇട്ട്, അപ്പം ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ആ ബ്രെഡിൽ കൂട്ടി ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിപ്പ് ചെയ്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ കഴിച്ച്. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര എരിവും, ആ വെറുതെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ജസ്റ്റ് ബട്ടർ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ മീലായ ഒരു റൈസാട്ടോ. അത് എന്ത് റൈസാണെന്ന് എനിക്കറിയില്ല. ഒരു റൈസും പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ്, അതിൻ്റെ ഉള്ളിലൊരു ക്രീമെല്ലാം വെച്ച് എന്തല്ലോ ഒരു ഇത്. അതിൻ്റെ കൂടെ അടിപൊളി ഒരു അച്ചാർ, ഭയങ്കര സ്പൈസി ആയ ഒരു അച്ചാറായിരുന്നു. അത് വേണമായിരുന്നു, കാരണം മറ്റേനൊന്നും എരിവില്ലായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ബാലൻസ്ഡ് ആയിരുന്നു. ആ എരിവില്ലാത്ത റൈസും പിന്നെ എന്തോ ഒരു കറി. എനിക്ക് ടേസ്റ്റ് ചെയ്ത് തോന്നിയത് നമ്മളെ വഴുതനങ്ങൻ്റെ ഒരു മസാലക്കറി പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടായിരുന്നു. പപ്പടവും മിക്സ് ചെയ്ത് കഴിച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നല്ല വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ സോസും അതിൽ മിക്സ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ലതായിരുന്നു. അപ്പം എന്താണ്, മീലും കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് മെയിൻ മീല്. അതിന് ശേഷം നമുക്ക് ഡെസേർട്ട് കിട്ടി. അപ്പോൾ ഇവർക്ക് കിട്ടിയത് നല്ലൊരു കോക്കനട്ട് ഡെസേർട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഇവരത് കഴിച്ച്. എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് ഇത് എന്താണ്, അതെന്തായിരുന്നു, പിസ്റ്റാച്ചിയോ തിരാമിസു. കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. നല്ല ഫ്ലേവറായിരുന്നു, നല്ല ഇങ്ങനെ
എന്താ പറയുക, ഭയങ്കര റിച്ച് സ്വീറ്റ് എന്നൊക്കെ പറയേണ്ടി വരും. അത്രയും ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞോ എന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ കിട്ടുമ്പോൾ അത്ര അങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാൻ ഇന്നലെ ബ്രിട്ടീഷ് എയർവേസിന് വന്നപ്പോൾ എനിക്ക് ആ ആപ്പിൾ ക്രം എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. എനിക്കിങ്ങനെ കുറച്ചും കൂടി ക്രീമി ടൈപ്പ് ആട്ടോ ഡെസേർട്ടൊക്കെ ഇഷ്ടം. പിന്നെ അതിന് ശേഷം നമുക്ക് നല്ലൊരു എന്താണ് കോക്കനട്ട് സ്മൂത്തി കിട്ടി, കോക്കനട്ട് പൈനാപ്പിൾ സ്മൂത്തി. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ചോക്ലേറ്റും കിട്ടി കേട്ടോ, നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് കഴിച്ചത്. എന്തായാലും അത് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തി. ഞാൻ എൻജോയ് ചെയ്ത് കാലിക്കറ്റിലെത്തി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതാ മമ്മി നമ്മളെ നാട്ടിൽ നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ വരാം കേട്ടോ. ബൈ.